നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വേഗത്തിൽ നോക്കാൻ പോകുന്ന ഒരു റിവിഷൻ ടോപ്പിക് ആണ്. +1 ടെക്സ്റ്റ് ബുക്കിനകത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ട ഒരു പോർഷൻ ആണ് കാറ്റുകളെ പറ്റിയിട്ടും അതുപോലെ തന്നെ കാറ്റും മർദ്ദവും തമ്മിലുള്ള വ്യത്യാസങ്ങള്, ആഗോളവാദങ്ങള്, അതുപോലെ ആഗോള മർദ്ദ മേഖലകള്, ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഡിഗ്രി ലെവൽ എക്സാംസിനായിക്കോട്ടെ +2 ലെവൽ എക്സാംസിനായിക്കോട്ടെ ഇത് ഷോർട്ട് ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ +1 ഈ ചാപ്റ്റർ കൃത്യമായിട്ട് കാറ്റിനെ പറ്റിയിട്ടുള്ള ചാപ്റ്റർ വായിച്ചു നോക്കണം. അതുപോലെ മഴയെ ബാധിക്കുന്ന ഘടകങ്ങള്, കാലാവസ്ഥയെ ബാധിക്കുന്ന ഘടകങ്ങള്, മൺസൂൺ മഴ, അതുപോലെയുള്ള ടോപ്പിക്സ് ഉണ്ടല്ലോ, ഇന്ത്യൻ കാലാവസ്ഥ, അതും കൂടെ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. നമുക്ക് വേഗത്തിൽ നോക്കാം. ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിന്റെ തിരശ്ചീന ചലനത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കാറ്റെന്ന് വിളിക്കുന്നത്, അല്ലെ? പ്രഷർ കൂടിയെടുത്തു നിന്നും പ്രഷർ കുറഞ്ഞിടത്തേക്ക് വായു തിരശ്ചീനമായിട്ട് ചലിക്കുന്നതിനെയാണ് നമ്മൾ കാറ്റെന്ന് വിളിക്കുന്നത്. തിരശ്ചീനമായിട്ട് ചലിക്കുക. ആഗോളതലത്തില് അന്തരീക്ഷ മർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകളാണ് കാറ്റുകൾ രൂപം കൊള്ളുന്നതിന് കാരണം. ആഗോളതലം മീൻസ് നമ്മൾ ഗ്ലോബലി നോക്കുവാണെങ്കിൽ അന്തരീക്ഷ മർദ്ദം എല്ലായിടത്തും ഒരുപോലെ അല്ല. അപ്പൊ അന്തരീക്ഷ മർദ്ദം കൂടിയെടുത്ത് നിന്നും കുറഞ്ഞെടുത്തേക്ക് കാറ്റ് വീശും. ഓക്കെ ആണല്ലോ. കാറ്റിന്റെ വേഗതയും ദിശയും നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ പ്രീവിയസ് ചോദ്യമാണ്. കാറ്റിന്റെ വേഗത, ദിശ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്താ? വിൻഡിന്റെ സ്പീഡിനെയും ഡയറക്ഷനെയും ബാധിക്കുന്ന ഫാക്ടേഴ്സ് ചോദിക്കാറുണ്ട്. നമ്പർ 1 പ്രഷർ ഗ്രേഡിയന്റ്, മർദ്ദ ചരിവ് എന്ന് വിളിക്കും. 2 കോറിയോലിസ് പ്രഭാവം അഥവാ കോറിയോലിസ് ഫോഴ്സ്. 3 ഘർഷണം അഥവാ ഫ്രിക്ഷൻ. ഇത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സ്പീഡ് ഓഫ് വിൻഡ് ആൻഡ് ഡയറക്ഷൻ? ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് പറയുന്നത്? മർദ്ദചരിവ്, കോറിയോലിസ് പ്രഭാവം, ഘർഷണം. ഈ 3 കാര്യങ്ങളാണ് കാറ്റിന്റെ സ്പീഡിനെയും ഡയറക്ഷനെയും നിർണ്ണയിക്കുന്നത്. എന്താ ഈ പ്രഷർ ഗ്രേഡിയന്റ് അഥവാ മർദ്ദചരിവ് നോക്കാം. ഭൗമ ഉപരിതലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അന്തരീക്ഷ മർദ്ദം വ്യത്യസ്തമായിരിക്കും, അല്ലെ? ഭൂമിയുടെ ഉപരിതലത്തിൽ പലയിടത്തും ഈ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിഫറന്റ് ആയിരിക്കും. ഇങ്ങനെ തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദ വ്യതിയാനത്തിനെയാണ് നമ്മൾ മർദ്ദചരിവ് എന്ന് വിളിക്കുന്നത്. അപ്പം പലയിടത്തും പ്രഷർ വേരിയേഷൻ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രഷർ ഗ്രേഡിയന്റ്. ഇത്രേ ഉള്ളൂ. അതായത് ഭൂമിയുടെ ഉപരിതലത്തിലെ പല പ്രദേശങ്ങളിലും അന്തരീക്ഷ മർദ്ദം പല രീതിയിലായിരിക്കും. ചിലയിടത്ത് കൂടിയിരിക്കും, ചിലയിടത്ത് കുറഞ്ഞിരിക്കും. ഇങ്ങനെ തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന ഈ ഒരു മർദ്ദത്തിന്റെ വ്യത്യാസത്തിനെയാണ് നമ്മൾ പ്രഷർ ഗ്രേഡിയന്റ് അഥവാ മർദ്ദചരിവ് എന്ന് വിളിക്കുന്നത്. ഈ മർദ്ദചരിവ് കൂടിയ പ്രദേശത്തില് കാറ്റിന്റെ വേഗത കൂടുതലായിരിക്കും. അതായത് ഈ പ്രഷർ കൂടുക കുറയുക എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു തിരശ്ചീന അനുഭവത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദ വ്യത്യാസം കൂടിയിരിക്കുന്ന പ്രദേശങ്ങളിൽ കാറ്റിന്റെ വേഗത കൂടുതലായിരിക്കും. ഇനി സമമർദ്ദ മേഖല, അതായത് പ്രഷർ കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കുന്ന മേഖലകളിലെയാണ് നമ്മൾ മർദ്ദചരിവ് എന്ന് വിളിക്കുന്നത്. അവിടെ സെയിം പ്രഷർ അല്ല എന്ന് ഓർത്ത് വെച്ചേക്കാം. അങ്ങനെയുള്ള ഇടങ്ങളിൽ കാറ്റിന്റെ വേഗത കൂടുതലായിരിക്കും. ഇനി ചില ഏരിയ നോക്കുമ്പോൾ നമ്മൾ പറയുന്നില്ലേ പ്രഷർ സെയിം ആയിരിക്കും. നമ്മൾ അങ്ങനെയുള്ളതിനെ നമ്മൾ സമമർദ്ദ മേഖലകളെ രേഖകൾ വെച്ചിട്ട് ഇങ്ങനെ വരച്ചെടുക്കത്തില്ലേ? നമ്മൾ എന്താണ്, റിയൽ ആയിട്ടുള്ള രേഖകളല്ല, നമ്മൾ ഇമാജിൻ ചെയ്ത് വരയ്ക്കാറൊക്കെ ഉണ്ട്, അല്ലെ? അപ്പൊ സമമർദ്ദ രേഖകൾ അടുത്തടുത്തായി കാണപ്പെടുന്ന ഇടങ്ങളിൽ, സമമർദ്ദ രേഖകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രഷർ കൂടിയ ഏരിയകളെ നമ്മളിങ്ങനെ ചേർത്ത് വരയ്ക്കും. അങ്ങനെ അടുത്തടുത്ത് സമമർദ്ദ രേഖകൾ കാണപ്പെടുന്ന ഇടങ്ങളിൽ ഈ പ്രഷർ ഗ്രേഡിയന്റ് കൂടുതലായിരിക്കും. സമമർദ്ദ രേഖകൾ ഒന്നിനൊന്ന് അകന്ന് സ്ഥിതി ചെയ്യുകയാണെങ്കിൽ അവിടെ പ്രഷർ ഗ്രേഡിയന്റ് കുറവായിരിക്കും. എന്താ പറഞ്ഞത്? സമമർദ്ദ രേഖ മീൻസ് പ്രഷർ കൂടിയിരിക്കുന്ന സ്ഥലങ്ങള് അടുത്തടുത്തടുത്ത് ഉണ്ട്. അതായത് പ്രഷർ എല്ലായിടത്തും ഒരുപോലെ ഇരിക്കുന്ന കുറെ സ്ഥലങ്ങൾ അടുത്തുണ്ടെങ്കിൽ അവിടുത്തെ പ്രഷർ ഗ്രേഡിയന്റ് കൂടുതലായിരിക്കും. എന്നാൽ സമമർദ്ദ രേഖകൾ ഒന്നിനൊന്ന് അകന്ന് സ്ഥിതി ചെയ്യുവാണെങ്കിൽ അവിടുത്തെ മർദ്ദചരിവ് കുറവായിരിക്കും. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ദെൻ കോറിയോലിസ് ഫോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭൗമ ഉപരിതലത്തില് സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭൂമിയുടെ ഭ്രമണം നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും, അത് പഠിച്ചു വെക്കണം. ഭൗമ ഉപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തു, നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ സ്വതന്ത്രമായിട്ട് നമ്മളെ പോലെ എല്ലാം ഓടി നടക്കുന്ന വസ്തു, അതിന് ഭ്രമണം നിമിത്തം ഉത്തരാർദ്ധഗോളത്തില് സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ട്, അതായത് സഞ്ചാര ദിശ തെക്കോട്ടാണെങ്കിൽ അതിന്റെ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാവുന്നു. ഇതിന് കാരണമാകുന്ന ഫോഴ്സ് ആണ് കോറിയോലിസ് ബലം. അതായത് ഉപരിതലത്തിൽ സ്വതന്ത്രമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഭൂമിയുടെ ഭ്രമണം നിമിത്തം ഉത്തരാർദ്ധഗോളത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അതിന്റെ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടും ഒരു വ്യതിചലനം ഉണ്ടാവും. അങ്ങോട്ട് പോകാൻ നിൽക്കുന്ന ആള് ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ അങ്ങോട്ട് പോകുന്നതിന്റെ എങ്ങോട്ട് തിരിയും? വലത്തോട്ട് തിരിയുകയും, ദക്ഷിണാർദ്ധഗോളത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അങ്ങോട്ട് പോകുന്ന ആള് അയാളുടെ സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടും ഒരു മാറ്റം ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ കോറിയോലിസ് ബലം എന്ന് വിളിക്കുന്നത്.
ഡയറക്ഷൻ ചേഞ്ച് ആയി പോവാണ് ചെയ്യുന്നത്. ഈ കോറിയോലിസ് ബലം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് അഡ്മിറൽ ഫെറൽ. ചോദിക്കാറുണ്ട്. അഡ്മിറൽ ഫെറൽ ആണ് കണ്ടെത്തിയത്. അദ്ദേഹം അവതരിപ്പിച്ച നിയമത്തെ അതുകൊണ്ട് തന്നെ ഫെറൽസ് ലോ എന്നാണ് അറിയപ്പെടുന്നത്. മധ്യരേഖാ പ്രദേശത്ത് നിന്നും ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും, അതായത് മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്നും പോളാർ റീജിയനിലേക്ക് പോകുന്തോറും ഈ കോറിയോലിസ് ബലം കൂടുവോ കുറയുവോ? കൂടും. അതായത് മധ്യരേഖാ പ്രദേശത്ത്, ഭൂമധ്യരേഖാ പ്രദേശത്ത് കോറിയോലിസ് ബലം കുറവാണ്. ധ്രുവങ്ങളിലേക്ക്, അതായത് ദക്ഷിണ ധ്രുവത്തിലേക്കും ഉത്തര ധ്രുവത്തിലേക്കും പോകുന്തോറും കോറിയോലിസ് ബലം കൂടും. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ കോറിയോലിസ് ബലം 0 ആയിരിക്കും. ഓക്കെ, ഭൂമധ്യരേഖ നടുഭാഗത്ത്, രണ്ട് ഹെമിസ്ഫിയർ ആയിട്ട് തിരിക്കുന്ന നടുഭാഗം അല്ലേ ഭൂമധ്യരേഖ, അവിടെ കോറിയോലിസ് ബലം ഇല്ല. പോളാർ റീജിയനിൽ കൂടുതലായിരിക്കും. ഈ കോറിയോലിസ് പ്രഭാവത്തിന് ആദ്യമായി വിശദീകരണം നൽകിയത് ഗുസ്തേവ് ഗസ്പാർഡ് കോറിയോലിസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇതിന് ഈ പേര് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫെറൽസ് ലോ എന്ന് ഓർത്ത് വെച്ചേക്കണേ. ഈ കോറിയോലിസ് ബലം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ അഡ്മിറൽ ഫെറൽ ആണ്. അതുകൊണ്ട് ആ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാം. അതുപോലെ ഈ ഒരു മധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുമെന്നും ഭൂമധ്യരേഖാ പ്രദേശത്ത് കോറിയോലിസ് ബലം ഇല്ലെന്നും പ്രീവിയസ് ചോദ്യമാണ്. അടുത്തത് എന്താണ് ഫ്രിക്ഷൻ? നമുക്ക് എല്ലാവർക്കും അറിയാം. ഫിസിക്സിലെ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഇനി ഇവിടുത്തെ ഫ്രിക്ഷൻ എന്താ? ഭൗമ ഉപരിതലത്തിൽ ഘർഷണം കൂടുതലാണ്, ഇതുകൊണ്ട് കാറ്റിന്റെ വേഗം കുറവായിരിക്കും. അതായത് തടസ്സം വരും. അതിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ കാറ്റിന്റെ വേഗത അവിടെ കുറവായിരിക്കും. സമുദ്ര ഉപരിതലത്തിലോ അല്ലെങ്കിൽ നിരപ്പായി കിടക്കുന്ന ഭൂപ്രദേശങ്ങളിലൊക്കെ തടസ്സങ്ങളില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഭൂമിയുടെ ഉപരിതലത്തിലെ മിക്കയിടത്തും നമ്മുടെ ചുറ്റുമൊക്കെ മരങ്ങളും ബാക്കി കുറെ ഡിസ്റ്റർബൻസസ് കുറെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കാറ്റിന് പെട്ടെന്ന് വീശാൻ പറ്റത്തില്ല. സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ മരവും അങ്ങനത്തെ സംഭവം ഉണ്ട്, വെറും നിരപ്പായിട്ട് കിടക്കുകയാണ്. അവിടങ്ങളിൽ ഘർഷണം കുറവായതുകൊണ്ട് കാറ്റ് ഇഷ്ടംപോലെ വീശാൻ പറ്റും. ദാറ്റ് ഈസ് ഫ്രിക്ഷൻ. ഓക്കെ ആണല്ലോ. ഇനി നോക്കാം, അന്തരീക്ഷ മർദ്ദത്തിലെ വ്യതിയാനമാണ് നമ്മൾ അടുത്ത പറയാം. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളോട് വന്നാൽ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന്, അതായത് കാറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അതുപോലെ കാറ്റിന്റെ വേഗതയും ദിശയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ 3 പ്രഷർ ഗ്രേഡിയന്റ്, കോറിയോലിസ് ഫോഴ്സ്, ഘർഷണം. ഓക്കെ, ഓരോന്നും കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. മർദ്ദചരിവ്, പ്രഷർ ഗ്രേഡിയന്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഓരോ അതായത് ഭൂമിയുടെ ഉപരിതലത്തിലെ എല്ലാ പ്രദേശങ്ങളിലും അന്തരീക്ഷ മർദ്ദം വ്യത്യസ്തമാണ്. അങ്ങനെ തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന ഈ ഒരു മർദ്ദ വ്യത്യാസത്തിനെയാണ് നമ്മൾ മർദ്ദചരിവ് എന്ന് വിളിക്കുന്നത്. കോറിയോലിസ് ബലം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഭൂമിയുടെ ഭ്രമണം നിമിത്തം പോകുന്ന ദിശയ്ക്ക് ഒരു വ്യതിചലനം ഉണ്ടാവും, ഒപ്പോസിഷൻ ഉണ്ടാവുന്നു. ദാറ്റ് ഈസ് കോൾഡ് കോറിയോലിസ് ഫോഴ്സ്. അത് ഫെറൽസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുപോലെ ചോദിച്ചിട്ടുള്ളതാണ്, ഉത്തരാർദ്ധ ഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധ ഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടുമാണ് കോറിയോലിസ് ബലം ഉണ്ടാകുന്നത്. ലാസ്റ്റ് വൺ, ഫ്രിക്ഷണൽ ഫോഴ്സ് അഥവാ ഘർഷണം. ഭൗമോപരിതലത്തിൽ എന്താണ്, മരമൊക്കെ ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ ഘർഷണം കൂടുതലാണ്. സോ കാറ്റിന് ഷുവറായിട്ട് വീശാൻ പറ്റത്തില്ല. നന്നായിട്ട് വീശാൻ ഷുവർ ഒന്നും അല്ല കേട്ടോ, ഞാൻ ഈ സ്പീഡ് കൂടി പറയുന്നത് കൊണ്ട് തെറ്റിപ്പോന്നു. ഘർഷണ ബലം അവിടെ എന്തായിരിക്കും? അവിടെ ഘർഷണം കൂടുതലായതുകൊണ്ട് കാറ്റിന്റെ വേഗത കുറവായിരിക്കും. ഇനി സമുദ്ര ഉപരിതലത്തിൽ അല്ലെങ്കിൽ നിരപ്പായിട്ടുള്ള ഭൂപ്രദേശങ്ങളിൽ ഡിസ്റ്റർബൻസസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കാറ്റിന്റെ വേഗത വളരെ കൂടുതലായിരിക്കും. അടുത്ത നോക്കുക, അന്തരീക്ഷ മർദ്ദത്തിലെ വ്യതിയാനം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? രസബാരോമീറ്റർ അല്ലെ, മെർക്കുറിക് ബാരോമീറ്റർ. അതുപോലെ അന്തരീക്ഷ മർദ്ദത്തിന്റെ യൂണിറ്റ് ഏതൊക്കെയാണ്? MB അഥവാ മില്ലി ബാറും ഹെക്ടോ പാസ്കൽ എന്ന് ഓർത്ത് വെച്ചേക്കാം. അതുപോലെ ചതുരശ്ര സെന്റിമീറ്ററിന് 1034 മില്ലിഗ്രാം എന്ന തോതിലാണ് ഭൗമോപരിതലത്തിൽ വായു ചെലുത്തുന്ന ശരാശരി ഭാരം. അത്ര ഇമ്പോർട്ടന്റ് അല്ല, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 1034 മില്ലിഗ്രാം എന്നെങ്കിലും ഓർത്ത് വെച്ചേക്കണം. 1034 മില്ലിഗ്രാം. ഇനി ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് അന്തരീക്ഷ മർദ്ദം കുറയുന്നു. താപം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുകയും താപം കുറയുന്നിടത്ത് അന്തരീക്ഷ മർദ്ദം കൂടുകയും ചെയ്യുന്നു. ഓക്കെ, താപം കൂടിയാൽ അന്തരീക്ഷ മർദ്ദം കുറയുകയും താപം കുറയുമ്പോൾ, അതായത് തണുത്ത പ്രദേശങ്ങളിൽ അന്തരീക്ഷ മർദ്ദം കൂടുതലായിരിക്കും, ചൂടുള്ള പ്രദേശങ്ങളിൽ അന്തരീക്ഷ മർദ്ദം കുറവായിരിക്കും. ഉയരം ഹൈറ്റ് കൂടിയാൽ അന്തരീക്ഷ മർദ്ദം കുറയും. ഇതും സ്ഥിരം ചോദ്യം. അടുത്ത നോക്കാം, ചൂടേറ്റ് വായു വികസിക്കുന്നതിനാൽ സാന്ദ്രത കുറയുകയും വായു മുകളിലേക്ക് പോവുകയും തന്മൂലം വായുമർദ്ദം കുറയുകയും ചെയ്യുന്നു. എന്താ? ചൂടേറ്റ് വായു വികസിക്കും, അങ്ങനെ സാന്ദ്രത ഡെൻസിറ്റി കുറയും, വായു മുകളിലേക്ക് പോകും, ഡെൻസിറ്റി കുറഞ്ഞു അപ്പൊ മുകളിലോട്ട് പോയി, അങ്ങനെ വായുമർദ്ദം കുറയുന്നു. ഉയർന്നു പോകുന്ന വായു വശങ്ങളിലേക്ക് നീങ്ങി തണുക്കുമ്പോൾ സാന്ദ്രത കൂടുകയും താഴ്ന്നിറങ്ങുകയും ചെയ്യുന്നു. അതായത് ചൂട് കൂടുമ്പോൾ വായു വികസിച്ചു, അപ്പൊ ഡെൻസിറ്റി, ചൂട് കൂടിയാൽ ഡെൻസിറ്റി കുറഞ്ഞു, സോ അത് മുകളിലോട്ട് പോയി. ഉയരുമ്പം അവിടെ എന്ത് പറ്റും? വായു വശങ്ങളിലേക്ക് പോവുകയും അപ്പൊ പിന്നെ തണുക്കും. ഇത് തണുത്ത് കഴിയുമ്പോൾ, ചൂട് കൂടിയാൽ ഡെൻസിറ്റി കുറയും, തണുത്തപ്പം ഡെൻസിറ്റി കൂടിയാൽ പിന്നെ അത് താഴോട്ട് വരും. അങ്ങനെ പിന്നെ അന്തരീക്ഷ മർദ്ദം കൂടും.
അന്തരീക്ഷ വായുവിലെ ജലാംശത്തിന്റെ അളവിനെ നമ്മൾ എന്ത് വിളിക്കും? ആർദ്രത എന്ന് വിളിക്കും, ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കും. അതുപോലെ നീരാവിക്ക് വായുവിനേക്കാളും ഭാരം കുറവായിരിക്കും. നീരാവിക്ക് വായുവിനേക്കാളും ഭാരം കുറവാണ്. വായുവിൽ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ ആ വായുവിന്റെ മർദ്ദം കുറവായിരിക്കും. അതായത് വായുവിൽ നീരാവി കൂടുതലാണെങ്കിൽ അങ്ങനെയുള്ള വായുവിന്റെ പ്രഷർ കുറവായിരിക്കും. ആർദ്രതയും അന്തരീക്ഷ മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ആർദ്രത കൂടിയാൽ അന്തരീക്ഷ മർദ്ദം കുറയും, ആർദ്രത കുറഞ്ഞാൽ അന്തരീക്ഷ മർദ്ദം കൂടും. ഓക്കെ ആണല്ലോ? ആർദ്രത കൂടിയാൽ അന്തരീക്ഷ മർദ്ദം കുറയും, ആർദ്രത കുറഞ്ഞാൽ അന്തരീക്ഷ മർദ്ദം കൂടും. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് കൊണ്ടും +1 ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ടും സ്പീഡിൽ പോവുകയാണ്. അടുത്തത് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആഗോള മർദ്ദ മേഖലകൾ എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമ്മുടെ ഈ പടം ഉണ്ടല്ലോ, അതാണ് പറയുന്നത്. നോക്കുക, ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് അന്തരീക്ഷ മർദ്ദം കൂടുതലാണെങ്കിൽ അവിടെ എന്തായിരിക്കും? ഹൈ പ്രഷർ ആണെന്നും മർദ്ദം കുറവാണെങ്കിൽ അവിടെ ലോ പ്രഷർ ആണെന്നും നമ്മൾ പറയും. എന്താണ് പറഞ്ഞത്? ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് അവിടുത്തെ മർദ്ദം കൂടുതലാണ് എങ്കിൽ നമ്മൾ എന്ത് പറയും? ഉച്ചമർദ്ദം, കൂടിയ മർദ്ദം. മർദ്ദം കുറവാണെങ്കിൽ ലോ പ്രഷർ. ഇത്രേ ഉള്ളൂ. അടുത്തത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയും. എന്ത് വിളിക്കും? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഒരു വർഷം മുഴുവനും സൂര്യരശ്മികള് ലംബം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പെർപെൻഡിക്കുലർ ആയിട്ട് പതിക്കുന്ന ഈ മേഖലകളിൽ ചൂട് കൂടുതലായതിനാൽ നമ്മൾ പറഞ്ഞില്ലേ, ചൂടടിച്ചാൽ മർദ്ദം കുറയും, ചൂടടിച്ചാൽ മർദ്ദം കുറയും. സോ മർദ്ദം കുറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ? ന്യൂനമർദ്ദം, കുറഞ്ഞ മർദ്ദം, ലോ പ്രഷർ. അപ്പൊ സൂര്യപ്രകാശം ലംബമായി പതിക്കുന്ന മേഖലകളിൽ ചൂട് കൂടുതലാണ്. ചൂട് കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മർദ്ദം കുറവായിരിക്കും. സോ ന്യൂനമർദ്ദം അവിടെ. മധ്യരേഖയ്ക്ക് തെക്ക് 5 ഡിഗ്രി വടക്കും 5 ഡിഗ്രി തെക്കും, ആ രണ്ട് ഇവിടങ്ങളില് സ്ഥിതി ചെയ്യുന്ന ഈ മേഖലകളിൽ കാറ്റുകൾ പൊതുവെ ദുർബലമായതുകൊണ്ട് ഡോൾഡ്രംസ്, പ്രീവിയസ് ചോദ്യമാണ് ഡിഗ്രി കാർഡ്, നിർവാത മേഖല. എവിടെയാ നിർവാത മേഖല? ജസ്റ്റ് ഇവിടോട്ട് നോക്കുക. ഇതാണ് മധ്യരേഖാ മേഖല ആണല്ലോ. 0 ഡിഗ്രി ആണ് നമ്മുടെ മധ്യരേഖാ മേഖല എന്ന്. ഭൂമധ്യരേഖ 0 ഡിഗ്രി ആണ്. ഇവിടുന്ന് 5 ഡിഗ്രി തെക്കോട്ടും 5 ഡിഗ്രി വടക്കോട്ടും ഡയറക്റ്റ് സൂര്യപ്രകാശം വന്ന് വീഴുന്ന മേഖലയാണ്. അവിടെ നമ്മൾ പറഞ്ഞു സൂര്യപ്രകാശം വന്ന് വീഴുമ്പോൾ അവിടെ മർദ്ദം കുറവായിരിക്കും, ന്യൂനമർദ്ദ മേഖലയാണത്. അവിടെ എന്താ സംഭവിക്കുന്നത്? കാറ്റുകൾക്ക് പൊതുവെ അവിടെ ദുർബലതയാണ്. സോ അവിടെയാണ് നമ്മൾ നിർവാത മേഖല എന്ന് പറയുന്നത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയും. സബ് ട്രോപ്പിക്കൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. മധ്യരേഖാ പ്രദേശത്ത് നിന്നും ഈ ചൂട് ഇവിടെ വന്ന് അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇവിടെ ഡയറക്റ്റ് ചൂടാണ്, 5 ഡിഗ്രി ചൂടാണ്. അപ്പം അവിടെ ചൂട് പിടിച്ചു കിടക്കുകയായതുകൊണ്ട് വായു, നമ്മൾ പറഞ്ഞു ചൂട് പിടിച്ചു കഴിയുമ്പോൾ വായു ക്രമേണ മുകളിലോട്ട് പോകും ആണല്ലോ. ചൂട് പിടിച്ചു ഉയരുന്ന വായു ക്രമേണ നമ്മൾ പറഞ്ഞു 2 സൈഡിലോട്ട് പോയി കഴിയുമ്പോൾ തണുക്കും. ഈ തണുത്ത് ഭൂഭ്രമണത്തിന്റെ സ്വാധീനത്താൽ ഉപോഷ്ണ മേഖലയിൽ എത്തുമ്പോഴേക്കും അത് പിന്നെയും താഴും. തന്മൂലം അവിടെ താഴ്ന്നു വരിക എന്ന് പറയുമ്പോൾ അവിടെ കുറേ വായുവായി. സോ ഉച്ചമർദ്ദം അനുഭവപ്പെടുന്നു. ഇവിടെയാണ് നമ്മൾ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്നത്. അപ്പൊ എവിടെയാ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ഉച്ചമർദ്ദ മേഖല, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്നിടത്താണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അടുത്ത ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല, അതായത് ഇവിടെ രണ്ടിടത്തും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ്. 0ക്കും 30 ഡിഗ്രിക്കും ഇടയ്ക്ക് തെക്ക് വടക്ക്, അവിടെയാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്, അവിടെ പ്രഷർ കൂടുതലാണ്. അടുത്തത് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല, 30ക്കും 60ക്കും ഇടയ്ക്ക് വരുന്നതാണ്. അപ്പൊ ധ്രുവത്തോട് അടുത്ത് കിടക്കുന്നതിനാൽ വായുവിന് തണുപ്പ് കൂടുതലാണെങ്കിലും ഭൂമിയുടെ ഭ്രമണം മൂലം വായുവിന് എന്ത് പറ്റും? ശക്തമായി ചുഴറ്റിയെറിയപ്പെടുന്നു. നമ്മൾ പറഞ്ഞു അല്ലെ, അവിടെ എന്ത് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്? കോറിയോലിസ് ബലം അനുഭവപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇതിനെ ചുഴറ്റിയെറിയപ്പെടുന്നു. ഈ വായുവിന് ചുഴറ്റിയെറിയപ്പെടുന്ന ഒരു മേഖലയാണ് ഏതെന്ന് പറയുന്നത്? ഈ ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത്. അടുത്ത ധ്രുവീയ ഉച്ചമർദ്ദ മേഖല, ഇവിടെയാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല, 2 സൈഡിലായിട്ട്. അവിടെ എന്തായിരിക്കും? വർഷം മുഴുവൻ ഭയങ്കര തണുപ്പാണ്. സോ അവിടുത്തെ വായു ഭയങ്കര തണുപ്പാണ്. തണുത്ത വായു എന്തായിരിക്കും? പ്രഷർ കൂടുതലായിരിക്കും. സോ അവിടെ ഉച്ചമർദ്ദമായിരിക്കും. അപ്പൊ നടുഭാഗത്ത് ഭയങ്കര ചൂടാണ്. സോ അവിടെ എന്താണ്? ഭയങ്കര ചൂടാവുമ്പോ പ്രഷർ കുറവാണ്. ഇനി ധ്രുവീയ ഉച്ചമർദ്ദത്തില് ഭയങ്കര തണുപ്പാണ്, തണുക്കുമ്പോ അവിടെ ഭയങ്കര പ്രഷർ കൂടുതൽ. മനസ്സിലായല്ലോ? ഇത്രയും കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. നെക്സ്റ്റ് ക്ലാസ്സിലാണ് നമ്മൾ ഇനി ആഗോളവാദങ്ങൾ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോകുന്നത്. ഞാൻ ഈ പറഞ്ഞത് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുകൂടെ കമന്റ് ചെയ്യുക. നമുക്ക് ഉടൻ തന്നെ ഈ സെക്കൻഡ് പോർഷനും കൂടെ വേഗത്തിൽ പറഞ്ഞു പോകാം.
ഞാൻ പറഞ്ഞത് പിടികിട്ടിയെങ്കിൽ മാത്രം. സ്പീഡിൽ പോകുന്നത് നമ്മൾ റിവിഷൻ ആയതുകൊണ്ടും നിങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ള ഒരു വിചാരത്തിലാണ്. ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ തോന്നിയതും അതുകൊണ്ടാണ്. സോ കമന്റ് ചെയ്യുക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി അങ്ങ് നോക്കാം.